നമസ്കാരം. ഭജഗോവിന്ദം എന്നു തുടങ്ങുന്ന ശ്രീമദ് ശങ്കരാചാര്യരുടെ മോഹമുദ്ഗ്രഹ എന്ന സംസ്കൃത കൃതിയുടെ 4-ാം ഭാഗം ഇപ്പോൾ കേൾക്കാം. പ്രൊഫസർ എം ഗീതാദേവി ഇതിൻ്റെ മലയാള പരിഭാഷ രചിച്ചിരിക്കുന്നു. ആലാപനം MP രാമദാസ്. ഇപ്പോൾ കേൾക്കാം ഭജഗോവിന്ദം. ശ്ലോകം 13. കാതേ കാന്ത ധനഗത ചിന്ത വാതുല കിം തവ നാസ്തി നിയന്ത ത്രിജഗതി സജ്ജന സംഗതിരേകാ ഭവതി ഭവാർണവ തരണേ നൗകാ. പരിഭാഷ: ചിന്തിപ്പു നീ പത്നിധനത്തെ മാത്രം, സ്വന്തം നിയന്താവിനെ ഓർക്കയില്ല. വിശ്വത്തിലാകെ ഭവസിന്ധു താണ്ടാൻ സത്സംഗമം തോണി സമം ഭവിക്കും. സാരം: നീ ഭാര്യ, ധനം എന്നിവയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. നിന്റെ നിയന്താവിനെക്കുറിച്ച് ഓർക്കുന്നതേയില്ല. ത്രിലോകത്തിലും സജ്ജന സംഗമമാണ് ലൗകിക ജീവിതമാകുന്ന കടൽ കടക്കാൻ തോണിയാകുന്നത്. ശ്ലോകം 14. ജഡിലോ മുണ്ടി ലുംചിതകേശ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്നപിചന പശ്യതി മൂഢ യുദരനിമിത്തം ബഹുകൃതവേഷ. പരിഭാഷ: രൂപം ജടാധാരി ശിരസ്സു മുണ്ഡം കാഷായവസ്ത്രം പലവേഷമാകാം. കാണുന്നതെന്തെന്നറിയാത്ത മൂഢർ വേഷങ്ങൾ കെട്ടുന്നുദരം നിറയ്ക്കാൻ. സാരം: ശിരസിൽ ജട പിടിപ്പിച്ചും തല മുണ്ഡനം ചെയ്തും കാഷായ വസ്ത്രം ധരിച്ചും ഒക്കെ ആളുകളുണ്ട്. അവർക്ക് കണ്ണുകളുണ്ടെങ്കിലും കാണുന്നത് അവരറിയുന്നില്ല. ഇവർ ഉദരപൂരണത്തിനായി പലതരം വേഷം കെട്ടി നടക്കുന്നവർ മാത്രമാണ്. ശ്ലോകം 15. അംഗം ഗളിതം പലിതം മുണ്ഡം ദശനവിഹീനം ജാതം തുണ്ഡം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ജതി ആശാപിണ്ഡം. പരിഭാഷ: പ്രായം തളർത്തി തനുകൂനിയാലും ദന്തം കൊഴിഞ്ഞും വടിയേന്തിയാലും കേശം നരച്ചും പടുവൃദ്ധരായോർക്കാശയ്ക്കു തെല്ലും കുറവൊന്നുമില്ല. സാരം: പ്രായാധിക്യത്താൽ ശരീരം വളഞ്ഞു, തലമുടി നരച്ചു, വായിലെ പല്ലുകളെല്ലാം കൊഴിഞ്ഞു. വടിയുടെ സഹായമില്ലാതെ നിവർന്നു നിൽക്കാനാകുന്നില്ല. എന്നിട്ടും മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. ശ്ലോകം 16. അഗ്രേ വന്നിഃ
പൃഷ്ടേ ഭാനുഃ രാത്രൗ ചിബുക സമർപ്പതജാനുഃ കരതലഭിക്ഷാതരുലതവാസഃ തദപി ന മുഞ്ജതി ആശാപാശഃ. പരിഭാഷ: തീ കാഞ്ഞിരിക്കും പകലോൻ്റെ മുന്നിൽ മുട്ടോടു ചേർത്താ തലചായ്ച്ചുറങ്ങും. ഇരന്നു തിന്നും തരുവിൻ ചുവട്ടിൽ വസിപ്പവർക്കും കുറവില്ല മോഹം. സാരം: മുന്നിൽ അഗ്നി, പിന്നിൽ സൂര്യൻ, രാത്രിയിൽ താടി കാൽമുട്ടിലേറ്റി കൂനിയിരിപ്പ്, കയ്യിൽ ഭിക്ഷാപാത്രം, മരച്ചോട്ടിൽ വാസം, ഇങ്ങനെയുള്ളവർക്കും ആശയ്ക്ക് യാതൊരു കുറവുമില്ല.